RBI മോണിറ്ററി പോളിസി റേറ്റുകൾ കുറച്ചിട്ടുണ്ട്. 25 ബേസ് പോയിന്റ് കുറച്ച് റിപ്പോ റേറ്റ് 6.5 നിന്ന് 6.25 ആക്കി പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. 5 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് റിപ്പോ റേറ്റ് റിസർവ് ബാങ്ക് കുറക്കുന്നത്. 2025 മെയ് മുതൽ സ്റ്റഡി ഗ്രോത്ത് ആണ് റിപ്പോ റേറ്റ് നിരക്കുകളിൽ. 4 ഉണ്ടായിരുന്നത് 4.5, 4.9 ആ രീതിയിൽ കൂടി 6.5 ആയിരുന്നു നിലവിൽ. അതാണ് 5 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് കുറച്ച് 6.25 ആക്കി മാറ്റിയിരിക്കുന്നത്. 25 ബേസ് പോയിൻ്റാണ് കുറച്ചിരിക്കുന്നത്. ദർ ഇസ് എ ക്വസ്റ്റ്യൻ, ബട്ട് വൈ? അതിനുള്ള ആൻസർ എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷത്തെ GDP വളർച്ചാ നിരക്ക് 7.2 നിന്ന് താഴ്ന്ന് 6.5 എത്തുമെന്ന് അനുമാനിക്കപ്പെടുന്നു. ഒരു വർഷത്ത് വളർച്ചാ നിരക്ക് കുറയാൻ സാധ്യതയുള്ളതിനെ തടഞ്ഞു നിർത്തുക അല്ലെങ്കിൽ അതിനെ ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാവുന്നതാണ്, റിപ്പോ റേറ്റുകളൊക്കെ കുറക്കുമ്പോൾ മണി സപ്ലൈ കൂടും എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അത് പണപ്പെരുപ്പത്തിന് കാരണമാകും. പക്ഷേ നിലവിൽ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് 4.8 നിന്ന് വീണ്ടും കുറഞ്ഞ് 4.2 എത്തുമെന്നും അനുമാനിക്കപ്പെടുന്നു. അത് തീർച്ചയായിട്ടും റിസർവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കൂടുതൽ സ്പേസ് അനുവദിക്കുകയാണ്. ഇത്തരത്തിൽ റിപ്പോ റേറ്റുകൾ കുറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാർക്ക് എന്ത് നേട്ടം എന്നായിരിക്കും അടുത്ത ചോദ്യം. തീർച്ചയായിട്ടും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹോം ലോൺ, കാർ ലോൺ, പേഴ്സണൽ ലോൺ ഇവയുടെയൊക്കെ കോസ്റ്റ് ഓഫ് ലോൺ ചെലവ് കുറയും, EMI കുറയും. സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്കും മറ്റുമൊക്കെ ലോൺ എടുക്കാവുന്നതാണ്. ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടും, തൊഴിലവസരങ്ങൾ കൂട്ടും, ഇക്കോണമിയുടെ വളർച്ചാ നിരക്കിനെ വീണ്ടും അത് ത്വരിതപ്പെടുത്തും. അതേപോലെ തന്നെ ബാങ്കുകളിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന റിട്ടേൺ കുറയും. അവരത് വിത്ഡ്രോ ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റുകളിലും മറ്റും നിക്ഷേപിക്കാൻ സാധ്യതയുണ്ട്. അതുവഴി സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു ബൂം വരാനും സാധ്യതയുണ്ട്. ഏതായാലും ഈ എല്ലാ നടപടികളും ഇക്കോണമിയിൽ തൊഴിലില്ലായ്മയ്ക്കൊരു പരിഹാരമാകാനും സാധ്യതയുണ്ട്. കുറയാൻ സാധ്യതയുള്ള വളർച്ചാ നിരക്കിനെ അത് ത്വരിതപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു നടപടി തീർച്ചും സ്വാഗതാർഹമാണ്. ഇനിയും ഈ വർഷം ഇത്തരത്തിലുള്ള പോളിസി നിരക്കുകളിൽ റേറ്റ് കട്ടിലുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് എക്സ്പേർട്സുകൾ വിലയിരുത്തുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇനിയും ഈ വർഷം പോളിസി നിരക്കുകൾ കുറയാനുള്ള സാധ്യതയുണ്ടോ? അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള റേറ്റ് കട്ടിലൂടെ മന്ദഗതിയിലായിരിക്കുന്ന ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ കൂട്ടുന്നതിനും തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരികയാണ്. അതിനുള്ളൊരു പരിഹാരമായിട്ട് ഈ റേറ്റ് കട്ടിനെ നമുക്ക് കാണാൻ പറ്റുമോ?